മുല്ലപ്പെരിയാർ സമരസമിതി 1 ലക്ഷം ഒപ്പ് ശേഖരിച്ച് ഐക്യരാഷ്ട്രസഭയ്ക്കും രാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്കും അയച്ചു. സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ, ചെയർമാൻ ഷാജി പി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒപ്പുകൾ ചേർത്ത നിവേദനം അയച്ചത്. 1 മാസം നീണ്ടുനിന്ന ചലഞ്ചിലൂടെയാണ് 1 ലക്ഷം ഒപ്പുകൾ ശേഖരിച്ചത്. ഒക്ടോബർ 29-ന് കുട്ടിക്കാനം മരീൻ കോളേജിൽ വെച്ച് മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയാണ് സിഗ്നേച്ചർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പാണ് ഇന്ന് സമാപിച്ചത്. ശേഖരിച്ച ഒപ്പുകൾ രാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് ഉപ്പുതറ പോസ്റ്റ് ഓഫീസിൽ നിന്നും അയച്ചു. സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ, സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ്, ജനറൽ കൺവീനർ സിബി ജോസഫ്, റോജി സാലി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒപ്പുകൾ അധികൃതർക്ക് അയച്ചത്. പെരിയാർ തീരത്ത് താമസിക്കുന്ന 1 ലക്ഷം പേരുടെ ഒപ്പുകൾ ശേഖരിച്ച് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന് പരാതി നൽകി ഐക്യരാഷ്ട്രസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള മുല്ലപ്പെരിയാർ സമരസമിതിയുടെ തീരുമാനത്തിന്റെ ഭാഗമാണ് സമരസമിതി ഒപ്പുകൾ ശേഖരിച്ചത്. ഈ ഡാം ഇതിന് പകരം എത്രയും വേഗം ഒരു പുതിയ ഡാം നിർമ്മിച്ച് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടണം. അതുപോലെ നമ്മുടെ അയൽ സംസ്ഥാനമായ നമ്മുടെ സഹോദരങ്ങളായ നമ്മുടെ നാടിന് ആവശ്യമായ ജലം കിട്ടുകയും ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ നടത്തിയ ഒരു ഉദ്യമമാണ്. തീർച്ചയായിട്ടും ഇത് വിജയം കാണണം. സുപ്രീം കോടതി തീർച്ചയായിട്ടും കണ്ണു തുറക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ ഇന്ത്യൻ പ്രസിഡന്റ് ഇക്കാര്യം താല്പര്യമെടുക്കും. പണ്ട് നമ്മൾ ഇതുപോലെ അയച്ച് നമ്മുടെ അതിന് മറുപടിയും അന്ന് കിട്ടിയിരുന്നു. വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ കൊടുത്തിട്ട് എന്ന് പറഞ്ഞന്ന് പ്രസിഡന്റ് മറുപടി കിട്ടി. തീർച്ചയായിട്ടും ഇക്കാര്യത്തില് പ്രസിഡന്റും ഉണർന്ന് പ്രവർത്തിക്കും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇക്കാര്യത്ത് ഉണർന്ന് പ്രവർത്തിച്ച് എത്രയും വേഗം ഇതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാകും. തമിഴ്നാടിന് ജലം, നമുക്ക് സുരക്ഷ. തീർച്ചയായിട്ടും ആ മുദ്രാവാക്യം എത്രയും വേഗം പ്രാവർത്തികമാക്കട്ടെ, നടപ്പാകട്ടെ. പുതിയ ഡാം ഉണ്ടാകും. ആ ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നാം ഈ കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. പ്രശ്നം ഐക്യരാഷ്ട്രസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കാനും അതോടൊപ്പം രാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് നിവേദനം നൽകുന്നതിനുമായാണ് സിഗ്നേച്ചർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പിട്ടിട്ട് 138 വർഷം തികയുന്ന 29-ന് ആരംഭിച്ചതാണ് ക്യാമ്പ്. 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഇന്ന് സമാപിച്ചു. സ്കൂൾ കലോത്സവ വേദികൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, പെരിയാർ തീരദേശവാസികൾ എന്നിവിടങ്ങളിൽ നിന്നാണ് 1 ലക്ഷം ഒപ്പ് ശേഖരണം നടത്തിയത്. സമരസമിതി ഭാരവാഹികളായ CS രാജേന്ദ്രൻ, PD ജോസഫ്, ജേക്കബ് പനന്താനം, ജോമിൻ ഐക്യരക്കുന്നൽ, തോംസൺ വാലുമൽ എന്നിവർ നേതൃത്വം വഹിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ. സുപ്രീം കോടതിക്ക് കത്തുകൾ അയച്ച അഖിലേന്ത്യാ കിസാൻ സഭ CHR വിഷയത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് കത്തുകൾ അയച്ചത്. രാജാക്കാട് നടന്ന പ്രതിഷേധം അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CHR വനമേഖലയല്ലെന്നും ഏലമല്ലാതെ മറ്റ് കൃഷികളും വാണിജ്യ വ്യാപാരങ്ങളും ചെയ്ത് ജീവിക്കുന്ന 6 ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന ഭൂമിയാണെന്നും സുപ്രീം കോടതി ഇത് മനസ്സിലാക്കണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു. വിഷയത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തുകൾ അയക്കുന്ന പ്രതിഷേധ പരിപാടി രാജാക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അമൈക്കസ് ക്യൂറിയുടെ തെറ്റായ റിപ്പോർട്ടും പരിസ്ഥിതിവാദികളുടെ തെറ്റായ റിപ്പോർട്ടും മനസ്സിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഇടുക്കി ജില്ല സന്ദർശിച്ച് ഇവിടുത്തെ മനുഷ്യൻ്റെ ജീവിതവും ഭൂപ്രകൃതിയും കൃഷിയുടെ കാലപ്പഴക്കവുമെല്ലാം മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. 1980-ലെ വനനിയമം വരുന്നതിന് മുമ്പേ ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നെന്നും 202 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ രാജഭരണകാലത്ത് 15,720 ഏക്കർ സ്ഥലം ഏലമലക്കാടുകളായി പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് 1897-ൽ ഏലം കൃഷി സംബന്ധിച്ച വ്യക്തത ഉണ്ടായെന്നും അതിലൊന്നും വനം എന്ന് പറഞ്ഞിട്ടില്ല. തുടർന്നുണ്ടായ വനപ്രഖ്യാപനങ്ങളിലും ഈ പ്രദേശങ്ങൾ വനമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും ചരിത്ര രേഖകൾ പറയുന്നു. ഇത് അംഗീകരിക്കാതെ CHR വനമേഖലയാണെന്ന് പറഞ്ഞ്
1980 വന സംരക്ഷണ നിയമം പാസാക്കി 15 വർഷത്തിന് ശേഷമാണ് വനമാണെന്ന വാദം പരിസ്ഥിതിവാദികളും വനം വകുപ്പും ഉന്നയിക്കുന്നത്. ഇടുക്കി ജില്ലയുടെ ശത്രുക്കൾ നടത്തുന്ന ഹീനമായ പരിശ്രമത്തിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് വനസംരക്ഷണ നിയമത്തിന്റെ സൃഷ്ടാക്കളായ കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, രാജക്കാട്.